മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. വൈശമ്പായന മഹർഷി ജനമേജയ മഹാരാജാവിനോട് അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ കഥ, അതായത് മഹാഭാരത കഥ തുടരുകയാണ്. അദ്ദേഹം കഥ തുടർന്നു. യയാതി രാജാവ് വാനപ്രസ്ഥത്തിന് ശേഷം സ്വർഗലോകം പൂകി. പിന്നീട് ഭരിച്ചത് പൂരുവംശത്തിലെ രാജാക്കന്മാരാണ്. ഇക്ഷ്വാകു വംശം എന്നൊരു വംശമുണ്ടായിരുന്നുവല്ലോ. ഇക്ഷ്വാകു വംശത്തിലെ പ്രസിദ്ധനായ ഒരു രാജാവായിരുന്നു മഹാഭിഷൻ. മഹാഭിഷൻ ഒരു ദിവസം സ്വർഗത്തിൽ വന്ന ഗംഗാദേവിയെ കണ്ടുമുട്ടി. സ്വർഗത്തിലാണ് ഈ കഥ നടക്കുന്നത്. ഗംഗാദേവി തൻ്റെ വസ്ത്രം കാറ്റിൽ ഇളകിയാടുന്നത് ശ്രദ്ധിച്ചില്ല. ഇത് കണ്ട മഹാഭിഷൻ ഗംഗാദേവിയെ നോക്കി നിന്നു. ഇത് ബ്രഹ്മാവ് കണ്ടു. എല്ലാ രാജാക്കന്മാരോടും കണ്ണടയ്ക്കാൻ ബ്രഹ്മാവ് ആവശ്യപ്പെട്ടു. പക്ഷേ മഹാഭിഷൻ മാത്രം കണ്ണടയ്ക്കാതെ ദേവി ഗംഗയെ നോക്കി നിന്നു. അത്രയും സൗന്ദര്യമാണ് ഗംഗാദേവിക്ക്. ഇത് കണ്ട ബ്രഹ്മാവ് താൻ പറഞ്ഞത് അനുസരിച്ചില്ലല്ലോ. എന്നാൽ പിന്നെ നീ മർത്യവംശത്തിലേക്ക് പോകും. അവിടെ ചെന്ന് രാജാവായി പിറന്ന് ഗംഗാദേവിയെ വിവാഹം കഴിച്ചോളൂ. ഗംഗാദേവിക്കിത് ഇഷ്ടപ്പെട്ടില്ല. സ്വർഗത്തിൽ വിലസുന്ന ഗംഗയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ പറഞ്ഞത്. ബ്രഹ്മാവിൻ്റെ ശാപം ഫലിക്കാൻ പോവുകയാണ്. മഹാഭിഷന് സന്തോഷമായി. ദേവി ഗംഗയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാമല്ലോ. ഗംഗാദേവിക്ക് അത് ഇഷ്ടമല്ലല്ലോ. ഗംഗാദേവി ശാപമോക്ഷത്തിനായി ബ്രഹ്മാവിനെ സമീപിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നീ നിനക്ക് ഭർത്താവായി അവിടെ വരുന്ന രാജാവിനോട് അപ്രിയം പ്രവർത്തിക്കുക. അതായത് രാജാവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടും. മാത്രമല്ല, ശാപം ലഭിച്ച അഷ്ടവസ്തുക്കൾ നിന്റെ വയറ്റിൽ വന്ന് മക്കളായി ജനിക്കും. അവർക്ക് നീ മൂലം ശാപമോക്ഷം ഉണ്ടാവുകയും ചെയ്യും. വീണ്ടും അവർ വസുക്കളായി മാറും എന്ന് ബ്രഹ്മാവ് പറയുകയും ചെയ്തു. സങ്കടത്തോടുകൂടി ഗംഗാദേവി ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിൽ അഷ്ടവസ്തുക്കളെ കാണുകയും അവരുടെ സങ്കടം എന്താണെന്ന് ചോദിച്ചറിയുകയും ചെയ്തു. അഷ്ടവസ്തുക്കൾ പറഞ്ഞു, അല്ലയോ ദേവി, ഞങ്ങളെ ശപിച്ചിരിക്കുന്നു ദാ മഹർഷി. ഞങ്ങൾ ഭൂമിയിൽ വന്ന് ജനിക്കണമത്രേ. സാരമില്ല, നിങ്ങൾക്ക് ഞാൻ ശാപമോക്ഷം നൽകാം. നിങ്ങളെ 8 പേരെയും ഞാൻ ഗർഭം ധരിച്ച് നദിയിലേക്ക് വലിച്ചെറിഞ്ഞുകൊള്ളാം. അങ്ങനെ നിങ്ങൾ വീണ്ടും വസുക്കളായി ശാപമോക്ഷം ലഭിച്ചവരായി തീരുകയും ചെയ്യും. എന്തായാലും മഹാഭിഷൻ എന്ന രാജാവ് പൂരുവംശത്തിലെ പ്രദീപ രാജാവിൻ്റെ മകനായി ഭൂമിയിൽ വന്ന് ജനിച്ചു. ഗംഗാനദിയുടെ തീരത്ത് കൊടും തപസ്സിൽ ഏർപ്പെട്ടിരുന്ന പ്രദീപ രാജാവിൻ്റെ മുമ്പിൽ ഗംഗാദേവി പ്രത്യക്ഷപ്പെടുകയും നിങ്ങളുടെ മകനെ ഞാൻ വിവാഹം ചെയ്യാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തിരുന്നു. ശാന്തചിത്തനും കലാപരഹിതനുമായിരുന്ന പ്രദീപ രാജാവിൻ്റെ പുത്രൻ ശന്തനു എന്ന് അറിയപ്പെട്ടു. ശന്തനു രാജാവ് ഒരു ദിവസം ഗംഗാതീരത്തുകൂടെ നടന്നു പോകുമ്പോഴാണ് ഗംഗാദേവിയെ കണ്ടതും തൻ്റെ ഇംഗിതം അറിയിച്ചതും. അപ്പോൾ ഗംഗാദേവി ഇങ്ങനെ പറഞ്ഞു, എന്നെ വിവാഹം ചെയ്തുകൊള്ളൂ മഹാരാജാവേ. പക്ഷേ എനിക്ക് ലഭിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാനാണ് തീരുമാനമെടുക്കുക. ഞാൻ എന്തു പ്രവർത്തിച്ചാലും അത് തെറ്റാവട്ടെ ശരിയാവട്ടെ, അങ്ങ് അതിൽ ഇടപെടാൻ പാടുകയില്ല. ആ ഉറപ്പിന്മേൽ മാത്രമേ ഞാൻ അങ്ങയെ വിവാഹം ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ഗംഗ ശാന്തനുവിനെ വിവാഹം ചെയ്തത്. ഗംഗാദേവിക്കും ശന്തനു മഹാരാജാവിനും പിറന്ന 7 പുത്രന്മാരെയും ഗംഗാദേവി നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ഇഷ്ടപ്പെടാത്ത ശാന്തനു മൗനമായിരുന്നു. കാരണം ദേവിയെ തടഞ്ഞാൽ ദേവി പിണങ്ങിപ്പോവും. ദേവിയില്ലാതെ ജീവിക്കാൻ അദ്ദേഹത്തിന് വയ്യേനും. 8ാമത്തെ പുത്രൻ എന്ന് പറഞ്ഞാൽ 8 വസുക്കളുടെയും അംശമായാണ് വന്നു പിറന്നത്. അവൻ അതീവ ശക്തിയാണ്, മഹാ തേജസ്സുമാണ്, മഹാബലവാനുമാണ്. അവനെ വലിച്ചെറിയാൻ രാജാവ് സമ്മതിച്ചില്ല. ഇതിൽ കുപിതയായ ദേവി, ഞാൻ പോവുകയാണ്, ഇനി നിങ്ങളോടൊപ്പം ജീവിക്കാൻ എനിക്ക് ആകില്ല എന്ന് പറയുകയും ചെയ്തു. 8ാമത്തെ പുത്രനെ ദേവി രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ഇതാ നിങ്ങൾക്ക് പിറന്ന 8ാമത്തെ എൻ്റെയും കൂടിയുള്ള പുത്രൻ ദേവവ്രതൻ. അവൻ അങ്ങനെ പേരിട്ടു, ദേവവ്രതൻ. 8 വസുക്കളുടെ അച്ഛനല്ലേ ശാന്തനു രാജാവ്. മഹാഭാഗ്യമല്ലേ അത്, വസുക്കളൊക്കെ മക്കളായി വന്ന് പിറക്കുന്നത്. ദേവി ഉടനെ അരുളി ചെയ്തു. ഗംഗാദേവി ശാന്തനുവിനോട് ഇങ്ങനെ പറഞ്ഞു, വസുക്കളുടെ പിതാവാകയാൽ അങ്ങേക്ക് അനേക കാലം സുഖമായി ഇവിടെ ജീവിക്കാം. ക്ഷയിക്കാത്ത ലോകം അങ്ങേക്ക് പ്രാപിക്കാം.
ഞാൻ ജഹുനുപുത്രിയായ ഗംഗാദേവിയാണ്. ഗംഗാദേവിയാണ് അങ്ങയുടെ ഭാര്യയായി ഇത്രകാലം കൂടെ കഴിഞ്ഞത്. രാജാവിന് സന്തോഷമായി. അങ്ങനെ ഗംഗാദേവി ശാന്തനു രാജാവിൽ നിന്നും പോവുകയാണ്. തൻ്റെ മകനെ എല്ലാ ശസ്ത്രവിദ്യകളും പഠിപ്പിച്ച ശേഷമാണ് ശാന്തനു രാജാവിനെ ഗംഗ ഏൽപ്പിക്കുന്നത്. ഇനി അഷ്ടവസുക്കളെ എന്തിനാണ് വസിഷ്ഠ മഹർഷി ശപിച്ചത് എന്ന് പറഞ്ഞു തരാം. വരുണന്റെ പുത്രനാണ് വസിഷ്ഠ മഹർഷി. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ നന്ദിനി എന്നൊരു പശു ഉണ്ടായിരുന്നു. ആ പശുവിന്റെ പാൽ കുടിച്ചാൽ 1000 വർഷം യൗവനത്തോടെ ഇരിക്കാം. വസിഷ്ഠന്റെ ആശ്രമത്തിൽ ഈ അഷ്ടവസുക്കൾ വരികയും അതിൽ ദ്യൗ എന്നു പേരുള്ള ഒരു വസു, ആ വസുവിന്റെ ഭാര്യയ്ക്ക് പത്നിക്ക് നന്ദിനി പശുവിനെ വേണം, അഴിച്ചു കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഈ അഷ്ടവസുക്കളും കൂടി പോയി നന്ദിനി പശുവിനെ കെട്ടഴിച്ച് കൊണ്ടുവന്നു, പത്നിക്ക് നൽകി. നമ്മുടെ മഹർഷി വസിഷ്ഠ മഹർഷി തിരിച്ചു വരുമ്പോൾ എന്താ കഥ? ആശ്രമത്തിൽ നന്ദിനി പശുവിനെ കാണാനില്ല. ദിവ്യദൃഷ്ടിയാൽ എവിടെയാണ് പശുവെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ശപിച്ചു, അഷ്ടവസുക്കളെ നിങ്ങൾ ഭൂമിയിൽ മനുഷ്യരായി ജനിച്ചുകൊള്ളൂ. മനുഷ്യരായി ജനിക്കുക എന്നാൽ പല പരീക്ഷണങ്ങളിലൂടെയും നമ്മൾ പലതും അനുഭവിച്ച് വേണം നമ്മുടെ ദേഹം വെടിയാൻ. അത്രയും നമ്മുടെ ജന്മം കഷ്ടകാലങ്ങൾ നിറഞ്ഞതാണ് മനുഷ്യരുടെ. സ്വർഗത്തിൽ അതല്ലല്ലോ. അങ്ങനെ മനുഷ്യരായി ജനിക്കാൻ വസിഷ്ഠൻ അഷ്ടവസുക്കളെ ശപിച്ചു. അതിൽ അവസാനത്തെ ദ്യൗ എന്ന വസു പശുവിനെ മോഷ്ടിച്ച കുറ്റത്തിന് ദീർഘകാലം ഭൂമിയിൽ ജനിച്ചു പോകട്ടെ എന്ന് ഒന്നും കൂടി ശപിച്ചു. അങ്ങനെ ദ്യൗ അതുപോലെ കൂടെയുള്ള 7 വസുക്കളും ഗംഗാദേവിയുടെ വയറ്റിൽ വന്ന് ജനിക്കുകയാണ്. 7 പേരും ഉടനെ തന്നെ തിരിച്ചുപോയി. ദ്യൗ എന്ന ആ 8ാമത്തെ വസുവാണ് ദേവവ്രതനായി ഇപ്പോൾ ജനിച്ചിരിക്കുന്നത്. മിടുക്കനായ ദേവവ്രതൻ പല വിദ്യകളും പഠിച്ചു, അതും പ്രഗത്ഭരിൽ നിന്ന് തന്നെ. അത് വേദങ്ങളുടെ അഭ്യാസം പഠിച്ചത് വസിഷ്ഠ മഹർഷിയിൽ നിന്ന് തന്നെയാണ്. അസ്ത്രവിദ്യ പഠിച്ചത് പരശുരാമനിൽ നിന്നാണ്. ശാസ്ത്രങ്ങൾ പഠിച്ചത് ശുക്രാചാര്യരിൽ നിന്നാണ്. പിന്നെ ബൃഹസ്പതി. ശുക്രാചാര്യർ അസുര കുലത്തിലെ ആചാര്യനാണ്, ബൃഹസ്പതി ദേവകുലത്തിലെ ആചാര്യനാണ്. അവരിൽ നിന്നൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ബലവാനും മഹാതേജസ്വിയുമായി മാറിയെന്നാണ് അർത്ഥം. എന്തായാലും ശാന്തനു മകനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഇത്രയും പ്രഗത്ഭനായ മകനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ദേവവ്രതന് വിവാഹം ചെയ്യാൻ പാടുകയില്ല. ആ ഒരു ഉറപ്പിലാണ് ദേവവ്രതൻ ഭൂമിയിൽ വന്ന് ജനിച്ചിട്ടുള്ളത്. മക്കളും പാടില്ല, ലൗകിക ജീവിതവും പാടില്ല. ഒരു നാൾ ശന്തനു മഹാരാജാവ് യമുനാ നദിയുടെ തീരത്തുകൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് മനോഹരിയായ ഒരു കന്യകയെ കാണുന്നത്. ഗംഗാദേവി പോയല്ലോ. അങ്ങനെ വിഭാര്യനായ നമ്മുടെ ശന്തനു മഹാരാജാവ് ഈ കന്യകയെ കാണുകയും അവളിൽ ആകൃഷ്ടയാവുകയും അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. നിഷാദ രാജാവിൻ്റെ മകളായിരുന്നു ആ കന്യക. നിഷാദ രാജാവിൻ്റെ മകളായ മത്സ്യഗന്ധിയുടെ കഥ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വേദവ്യാസന്റെ ജനനം. അതേ കന്യകയാണ് ശാന്തനു മഹാരാജാവ് കണ്ടുമുട്ടിയത്. അവളിപ്പോഴും കന്യകയാണ്. എന്തുകൊണ്ട്? വേദവ്യാസൻ ജനിച്ച ഉടനെ തന്നെ പിതാവ് ഇങ്ങനെ പറഞ്ഞിരുന്നു, നീ ഇവനെ പ്രസവിച്ചു കഴിഞ്ഞാലും കന്യകയായി തന്നെ തുടരുമെന്ന്. അങ്ങനെ നിഷാദ രാജാവിൻ്റെ മകളായ മത്സ്യഗന്ധമൊക്കെ മാറി സുന്ദരിയായ കന്യകയായി തോണി തുഴയുന്ന ആ കന്യകയെ ശാന്തനു രാജാവ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയും നിഷാദ രാജാവിനോട് ചെന്ന് പെണ്ണ് ചോദിക്കുകയും ചെയ്തു. നിഷാദ രാജാവ് ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയുന്നത് അങ്ങ് സമ്മതിച്ചാൽ എൻ്റെ മകളെ നിങ്ങൾക്ക് തരാം. അതായത് ഇവൾക്കുണ്ടാവുന്ന കുട്ടിയെ തന്നെ കിരീടാവകാശിയാക്കണം. അത് കേട്ടപ്പോൾ ശാന്തനുവിന് സങ്കടം വന്നു. കാരണം ശാന്തനുവിന് ഒരു മകനുണ്ടല്ലോ, ദേവവ്രതന് രാജാവാക്കണം എന്നാണ് രാജാവ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവളെ വേണം താനും. ഞാൻ പിന്നെ പറയാം, എൻ്റെ കല്യാണമല്ല വലുത്, എൻ്റെ മകൻ്റെ ഭാവിയാണ് എന്ന് ശാന്തനുവിൻ്റെ മനസ്സ് പറഞ്ഞു. ശാന്തനു തിരിച്ച് കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങിപ്പോന്നു.
കൊട്ടാരത്തിലെത്തിയ തൻ്റെ പിതാവ് വിഷാദനായി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട ദേവവ്രതൻ ചോദിച്ചു, എന്താണ് അങ്ങയുടെ ദുഃഖത്തിൻ്റെ കാരണം? രാജാവ് നടന്നതൊക്കെ പറഞ്ഞു. ഇങ്ങനെ യമുനാ നദീതീരത്ത് ഇങ്ങനെ ഒരു കന്യകയെ കണ്ടു, അവളെ എനിക്ക് വിവാഹം കഴിക്കണം, പക്ഷേ അവളിലുണ്ടാകുന്ന കുട്ടിയെ തന്നെ കിരീടാവകാശിയായി പ്രഖ്യാപിക്കണമെന്ന് അവളുടെ അച്ഛൻ അഭ്യർത്ഥിച്ചു. എനിക്കതിന് സാധ്യമല്ല, എനിക്ക് നിന്നെ രാജാവാക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. ദേവവ്രതൻ ഉടനെ ശപഥം ചെയ്തു. ഇങ്ങനെ പറഞ്ഞു, അങ്ങയ്ക്ക് ആ കന്യകയെ ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കുക. എനിക്ക് ഈ രാജ്യമോ രാജ്യഭരണമോ വേണ്ട. ഞാനിതാ ശപഥം ചെയ്യുന്നു, എനിക്ക് ഈ രാജ്യം വേണ്ട. എനിക്കെൻ്റെ അച്ഛൻ്റെ സന്തോഷമാണ് വലുത്. അതീവ സന്തുഷ്ടനായി ശാന്തനു രാജാവ് തൻ്റെ മകൻ തനിക്ക് വേണ്ടി ഇങ്ങനൊരു ശപഥം ചെയ്തിരിക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹം ദേവവ്രതൻ ഒരു പേരിട്ടു, ഭീഷ്മർ. ഭീഷ്മ ശപഥമാണ് അവിടെ ചെയ്തത്. ഒരിക്കലും ഞാൻ ഈ രാജ്യം ഏറ്റെടുക്കുകയില്ല. എനിക്ക് എൻ്റെ സഹോദരനായി ആരാണോ പിറക്കുന്നത് അവന് ഞാൻ ഈ രാജ്യം നൽകാമെന്ന് ശപഥം ചെയ്തു ഭീഷ്മർ. ഭീഷ്മ ശപഥം. ഇത് കേട്ട് ദേവലോകത്തു നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടായി. എല്ലാവിടെയും മംഗളവാദ്യങ്ങൾ മുഴങ്ങിക്കേട്ടു. ഭീഷ്മരുടെ ശബ്ദം കേട്ടിട്ട് ഭീഷ്മർ ഭീഷ്മർ എന്ന് 2 പ്രാവശ്യം ആകാശത്ത് ധ്വനി മുഴങ്ങി. സത്യവതി എന്നു പേരിട്ട നിഷാദ കന്യകയെ, സത്യത്തിൻ്റെ കൂടെ നടക്കുന്നവളാണ് അവൾ അല്ലേ, അതുകൊണ്ട് തന്നെ സത്യവതി എന്നു പേരിട്ട് ശാന്തനു മഹാരാജാവ് മത്സ്യഗന്ധിയെ കല്യാണം കഴിച്ച് കൊട്ടാരത്തിലേക്ക് വന്നു. ഭീഷ്മരുടെ ഈ ഒരു പ്രവൃത്തിയിൽ സന്തുഷ്ടവാനായ രാജാവ് ഇങ്ങനെ കൽപ്പിച്ചു, അല്ലയോ മകനെ, നീ എൻ്റെ ആഗ്രഹം നിറവേറ്റിയിരിക്കുന്നു. നിന്റെ അമ്മയെ ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. നമുക്കിനി സന്തോഷത്തോടെ കഴിയാം. നിനക്ക് ഞാനിതാ ഒരു വരം നൽകുന്നു. നിനക്ക് എപ്പോഴാണോ മരിക്കാൻ ഇഷ്ടം അപ്പോൾ മാത്രമേ നീ മരിക്കൂ. മൃത്യു നിനക്ക് എപ്പോഴാണോ നീ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാത്രമേ സംഭവിക്കൂ. അങ്ങനെ വരം നൽകി ശാന്തനു ഭീഷ്മരെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ഇരുത്തുകയും അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. ശാന്തനു മഹാരാജാവിന് പുത്രന്മാരുണ്ടാകുമോ? രാജ്യഭാരം ഏറ്റെടുക്കുമോ? ദേവവ്രതൻ എന്തായിരിക്കും ചെയ്യുക? തുടങ്ങിയ കഥയുടെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റും ചെയ്യണേ.